ഹായ് ഹലോ, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏത്തയ്ക്കയും പച്ചപ്പയറും വെച്ചുള്ള മെഴുക്ക് വരട്ടിയാണ്. അത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കഴുകിയെടുത്താണ് കറകളയാനായിട്ട്. ഈ കനത്തിലാണ് എടുക്കേണ്ടതായിട്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചപ്പയറാണ്. ചിലയിടത്ത് ഇതിന് അച്ചിങ്ങ എന്നും പറയും. ഇനി നമുക്കിത് രണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനുശേഷം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, ഒരു 6-7 ചെറിയുള്ളി കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണേ. ഈ സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് 2-3 വട്ടം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇത് പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതും കടുകിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില, നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, ഇത് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. വഴറ്റിയെടുക്കുന്നതിൽ ഒട്ടും മടി കാണിക്കരുത്. നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായും പയറും കൂടി ഉണ്ടല്ലോ, അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലക്കൂട്ട് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മുടെ കായും പയറും വെച്ചുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്ക് വരട്ടിയാണിത്. ഇതിലേക്ക് കുറച്ച് കളറ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം കാശ്മീരി ചില്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.